കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് നമ്മൾ ടോട്ടൽ ലേണൽ റിഫ്ലക്ഷൻ വരെയായിരുന്നു പഠിച്ചത്. ആണോ ലാസ്റ്റ് ഓൺലൈൻ കയറി അനീറ്റ എന്ന് പറയാമോ? അവിടെ വരെയാണോ പഠിച്ചത്? ആപ്ലിക്കേഷൻ. ഓക്കെ. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനുള്ളത് പരീക്ഷയ്ക്ക് യൂഷ്വലി ചോദിക്കുന്നതാണ്. അതൊന്ന് ഡിസ്കസ് ചെയ്യുക. അതിന്റെ പടവും വരച്ചിട്ട് നമ്മൾ ഇന്ന് 2 ഡെറിവേഷൻ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് സ്പെരിക്കൽ സർഫസുമായിട്ട് ബന്ധപ്പെടുത്തി രണ്ട് ഡെറിവേഷൻ പഠിപ്പിച്ചിട്ടേ ഇന്ന് ക്ലാസ് തീർക്കത്തുള്ളൂ. അപ്പം സ്പെരിക്കൽ സർഫസുമായിട്ട് ബന്ധപ്പെടുത്തി 2 ഡെറിവേഷൻ. ശരിക്കും ഇത് 8 ഡെറിവേഷൻ ആണ്. ആ 8 ഡെറിവേഷൻ ആയിട്ട് ഒരിക്കലും ചോദിക്കത്തില്ല. കഴിഞ്ഞ സിയബിൽ ചോദിച്ച പോലെ തന്നെ വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നതും റിയൽ ഇമേജ് ഫോം ചെയ്യുന്നതും റെയറിന്ന് ഡെൻസറിലോട്ട് പോകുന്നതും ഡെൻസറിന്ന് റെയറിലോട്ട് പോകുന്നതും കോൺവെക്സ് സർഫസും കോൺകേവ് സർഫസും എല്ലാം ചോദിക്കാം. അങ്ങനെ 8 ഡെറിവേഷൻസ് എന്ത് ചെയ്യാം നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ അതിനകത്ത് നമ്മൾ 2 എണ്ണേ പഠിപ്പിക്കുന്നുള്ളൂ. ആ 2 എണ്ണം മതി. കാരണം എല്ലാത്തിനും നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ബോർഡ് എക്സാമിന് ചോദിക്കുമ്പോൾ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ 2 ഡെറിവേഷനും ഇന്ന് കംപ്ലീറ്റ്ലി പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പം എഴുതിക്കോളൂ. നമ്മൾ ആപ്ലിക്കേഷൻ ആണെന്ന് തോന്നല്ലയോ, അവിടെ മുതൽ എഴുതിക്കുക. ഞാൻ ഒന്നുകൂടെ അവിടെ മുതൽ എഴുതുകയാണെ. ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എഫക്ട്സ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഞാൻ TIR എന്നാണ് എഴുതുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞത് ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ആണ്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ആണ്. 2 എന്ന് പറയുന്നത് റെയിൻബോ ഫോർമേഷൻ ആണ്. റെയിൻബോ ഫോർമേഷൻ ആണ്. 3 എന്നുള്ളത് മിറാഷ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ. പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്റ്റിംഗ് പ്രിസം എന്ന് പറയുന്നത് നമുക്ക് ന്യൂമറിക്കലി ചെയ്യാനുണ്ടാവും. ടോട്ടൽ ഇന്റേണലി റിഫ്ലക്റ്റിംഗ് പ്രിസം. അതേപോലെ തന്നെ 5-മത്തേത് ഒപ്റ്റിക്കൽ ഫൈബർ. ഇതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പം ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ എന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് ബ്രോഡ്ബാൻഡ് നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ കാണത്തുള്ളൂ മൊബൈലിന്റെ ഡേറ്റ കണക്ഷൻ വെച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന. ബാക്കിയുള്ളവർക്കെല്ലാം ബ്രോഡ്ബാൻഡ് ആയിരിക്കും. അങ്ങനെ ബ്രോഡ്ബാൻഡ് നമുക്ക് ഇത്രയും വേഗത്തിൽ ഇത്രയും ടൈം ലാഗ് ഇല്ലാതെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ സഹായത്തോടു കൂടിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെക്നോളജി വെച്ചിട്ട് നമുക്ക് അതിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഒരു ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ കാരണം ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കണ്ടുപിടുത്തമാണ്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അത് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിനോൺ ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇതിന്റെ ആപ്ലിക്കേഷന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഒപ്റ്റിക്കൽ ഫൈബറിനെ പറ്റി ഒന്ന് എഴുതാം. ഇറ്റ് ഈസ് എ തിൻ fiber with glass core through which light signal can be sent without loss of energy from one place to another. എന്നിട്ട് താഴോട്ട് എഴുതുക. There are 3 parts. ഈ ഒപ്റ്റിക്കൽ ഫൈബറിന് 3 പാർട്ട് ഉണ്ട്. There are 3 parts. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കോർ ആണ്. The central cylindrical
cylindrical central cylindrical core made of high quality material of refractive index. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഇത് ഞാൻ എന്റെ ഒരു രീതിയിലാണ് തരുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നിരിക്കുന്ന പോലെ എഴുതാൻ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിലാണ് ഇത് തരുന്നത്. നിങ്ങൾക്ക് അത് തന്നെ എഴുതുന്നുണ്ടെങ്കിൽ അത് എഴുതാം, കുഴപ്പമില്ല. അഭിരാം ഏതാണ്ട് ഇത്രയും കാര്യങ്ങൾ എഴുതിയായിരുന്നേ. അഭിരാം, എഫക്ട് ഓഫ് ടോട്ടൽ നെറ്റ് റിഫ്ലക്ഷൻ എന്ന ഇത്ര 5 പോയിന്റിലെ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1.7. അതായത് ഒപ്റ്റിക്കൽ ഫൈബറിന് 3 പാർട്ടുകളുണ്ട്. അതിലൊരു പാർട്ടാണ് കോർ. ആ കോർ സെൻട്രൽ പാർട്ടാണ്. ഹൈ ക്വാളിറ്റി മെറ്റീരിയലും കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് 1.7 ആണ്. ഇനി അടുത്തത് ക്ലാഡിംഗ് എന്ന് പറയും. ക്ലാഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ദ കോർ ഈ കോറിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ കോറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ ക്ലാഡിംഗ് എന്ന് പറയുന്നത്. കോർ ഈസ് surrounded by a fiber jacket having refractive index n is equal to 1.5 is called cladding. കോറിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ക്ലാഡിംഗ് എന്ന് പറയുക. ഇനി അതിനും വെളിയിൽ, ശരിക്കും കോറിന്റെയും ക്ലാഡിങ്ങിന്റെയും വെളിയിൽ ഒരു കവർ ഉണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സ്റ്റേണൽ കേസ് ആണ്. അപ്പം ഫോർ പ്രൊവൈഡിങ് safety and strength to the core, optical fiber is enclosed in a plastic jacket. And cover. ക്രിസ്റ്റ, നമ്മൾ കുറെ കാര്യങ്ങൾ എഴുതി കൃത്യസമയത്ത് കയറണം കേട്ടോ. ക്രിസ്റ്റ, കേൾക്കാമോ? ആ, ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് കിട്ടത്തില്ല. നമ്മളിപ്പോ ഇത്രയും ഒപ്റ്റിക്കൽ ഫൈബറിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യൊരു എത്ര പേജ് വിടണം? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നന്ദിത എന്ന് പറഞ്ഞേ, എത്ര പേജ് വിടണം നന്ദിത? പറഞ്ഞ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. അനീറ്റ പറഞ്ഞു. എത്ര? ഹാഫോ? വലിയ ഇതിലൊരു ഹാഫ് പേജ്, വലിയ ബുക്കിലാണെങ്കിൽ ഹാഫ് പേജ് വിട്ടോ കേട്ടോ. ഓക്കെ, ഇനി എഴുതിക്കോ. ഇതിന്റെ വർക്കിംഗ് എഴുതിക്കോ. വർക്കിംഗ് ഹെഡിങ് എഴുതിക്കോ.
when a beam of light is incident on one end of core at an angle of incidence greater than critical angle, than critical angle greater than critical angle, it goes inside and suffer total internal reflection റിഫ്ലക്ഷൻ വരെ എഴുതുക. അതായത് ഒരു ലൈറ്റ് ബീം വന്നിട്ട് കോറിന്റെ ഒരു അറ്റത്ത് വന്ന് വീഴുന്നു, അത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും വലിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലായിരിക്കും വന്ന് വീഴുന്നതെങ്കിൽ അത് അകത്തോട്ട് കയറിയിട്ട് അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. ഓക്കെ, ഇനി ആസ് there is no loss of energy as there is no loss of energy, comma, the reflected beam has more intensity than incident ray. എങ്ങനെയാന്നുള്ളത് പടം ഞാൻ വരച്ച് കാണിച്ചു തരാം, കുറച്ചുകൂടെ ക്ലിയർ ആവും. എഴുതിക്കോളൂ. ഇനി അതിന്റെ യൂസസ് ആണ് ഇനി അടുത്ത പഠിക്കാനുള്ളത്. അതിന്റെ യൂസസ് പഠിക്കാനുള്ളത്. ഇൻ മെഡിക്കൽ ഫീൽഡ് it is used in the optical examination of internal organs by a technology known as endoscopy. ഇനി നമുക്ക് നമ്മുടെ ബ്രോഡ്ബാൻഡും അത് തന്നെയല്ലേ, ബ്രോഡ്ബാൻഡും അതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് in telecommunication ഓക്കെ, ഇതിന്റെ പടവും കൂടെ വരച്ചു. അതായത് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് വരയ്ക്കുന്നത്. ഇത് ഇങ്ങനൊരിത് ഇവിടെ എന്താണ് ഒരു ജസ്റ്റ് ഒരു വട്ടം പോലെ വരച്ചു. എന്നിട്ട് ഇതിന്റെ നടുക്കാണ് കോർ എന്ന് പറയുന്ന പോർഷൻ. ആ കോർ എന്ത് ചെയ്യാം, പിന്നെ ഇങ്ങോട്ടേക്ക് നടുക്ക് ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇതിങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ വരുന്നു. ജസ്റ്റ് ഒരു റഫായിട്ടൊരു ഇതുപോലെ ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഇതിന് വലിയൊരു എക്സ്റ്റേണൽ കേസ് ഉണ്ട്. എനിക്ക് 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഒരു എക്സ്റ്റേണൽ ആ കവർ എന്ന് പറയുന്ന പാർട്ട് ഇങ്ങനെ ഇതിന് ചുറ്റിനുമുണ്ടേ. ഞാനത് എനിക്കിങ്ങനെ 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ് ആ കവറിന്. ഓക്കെ, ഈ ഭാഗം കവറാണ്, ഈ ഭാഗം കവറാണ്. ഞാൻ വേണമെങ്കിൽ ഒരു നീല പെയിന്റ് വല്ലതും കൊടുക്കാം. ഇത് കവറാണ്, ഈ ഭാഗവും എന്താണ് കവറാണ്.
ഇനി ഇതിനെയാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. നടുക്കത്തെ ഭാഗത്തിനെയാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. ഇതാണ് കോർ. ഈ ഭാഗമാണ് ക്ലാഡി. ഈ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.7. അതിനർത്ഥം അതൊരു ഡെൻസർ മീഡിയം ആണെന്ന്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ 1.5 റിഫ്രാക്റ്റീവ് മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ലൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് തന്നെ ഇവിടെ ഇങ്ങനെ വന്ന് വീഴുവാണെങ്കിൽ വന്ന് വീഴുന്നത് ഇതിന്റെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും വലിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീഴുന്ന രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ട് അത് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് എൻ്റെ ഇവിടെ വരും. ഇവിടെ വീണ്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും, ഇവിടെ വരും. ഇവിടെ വീണ്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും, ഇവിടെ വരും. വീണ്ടും ഇവിടെ വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി അങ്ങ് പോകും. ഓക്കെ ആണല്ലോ. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ആ ഒരു സിഗ്നൽ ട്രാൻസ്മിഷന്റെ നടക്കുന്ന ഇതാണ്. ഇവിടെ ഇൻസിഡന്റ് റേ ഇതാണ്. ഇത് എമർജന്റ് റേ ആണ്. എമർജന്റ് റേ ആണ്. ഇതാണ് അതിന്റെ പടം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് ഇത് ഡെൻസർ മീഡിയമാണ്. ഇതിൽ നിന്ന് ലൈറ്റ് ഇങ്ങോട്ട് പോകാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ വന്ന് വീഴുന്ന ആംഗിൾ 90 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലായതുകൊണ്ട് അത് ടോട്ടൽ ഇന്റേണലി റിഫ്ലക്ഷൻ ചെയ്തിട്ട് എന്താണ് സിഗ്നൽ ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ബ്രോഡ്ബാൻഡിലൂടെ നെറ്റ് കണക്ഷൻ എന്താണ് അതിന്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് അതിന്റെ റിസീവ് ചെയ്യുന്ന നമ്മളിലേക്കൊക്കെ എത്തുന്നത്. ഇനി നമ്മൾ 2 ഡെറിവേഷൻ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിലും നിങ്ങൾക്ക് പോക്കറ്റിൽ തന്നെ കയറും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ പഠിക്കണം. വലിയ എന്താ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഡെറിവേഷൻ ആക്കി ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. നമുക്ക് 2 പേജ് തീർക്കാം. ശരിക്കും എന്റെ നോട്ടിനകത്ത് ഒരു 12 മുതൽ ഒരു 13 പേജ് വരെ ഡെറിവേഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കത് ചുരുക്കിയിട്ട് ഓരോ ഡെറിവേഷനും 2 പേജ് ആക്കിയിട്ട് ചുരുക്കി തരാം. അത് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഇത് ശ്രദ്ധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കണം.